ഗായ്സ്, നിങ്ങൾക്ക് ബീച്ചാണോ ഹില്ലാണോ ഇഷ്ടം? ഞാൻ എപ്പോഴും ബീച്ചാണ് സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ബീച്ചുകളിൽ നിന്ന് ഒരു സ്പെസിഫിക് ബീച്ച് സെലക്ട് ചെയ്തിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പഠിക്കാം. എന്നിട്ട് ഈ 5 കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ ആ ബീച്ചിനെ ഞാൻ റേറ്റ് ചെയ്യാൻ പോകും. അതായത് ബീച്ചിന്റെ ബ്യൂട്ടി, ക്ലീൻനെസ്, പീസ് ആൻഡ് റിലാക്സേഷൻ, ഫോട്ടോ വർത്തിനെസ്, ഓവറോൾ എക്സ്പീരിയൻസ്. ഇതിനായിട്ട് കുറച്ചധികം മണിക്കൂറുകൾ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എൻഡിങ്ങിലായിരിക്കും നമ്മൾ ഈ 5 കാര്യത്തിനും റേറ്റിംഗ് കൊടുക്കാൻ പോകണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ ഗായ്സ്, അങ്ങനെ കുറെ നാളിന് ശേഷം വീട്ടിന്റെ വെളി ഇറങ്ങിയത്. ജസ്റ്റ് ഒരു സ്ഥലം വരെ വന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ട്രിവാൻഡ്രത്ത് ഉള്ളവർക്ക് എല്ലാവർക്കും കോവളം. ഞാൻ ഏകദേശം ഒരു 2 കൊല്ലത്തിന് മുമ്പെയാണ് ഇവിടെ വളർന്നത്. അങ്ങനെ ഞാനും ആദർശ് ഇവിടെ. നീ ഇത്ര ഗമേന്ന് കാണിക്കണ്ടേ? സ്ഥിരമാക്കാണ്. നല്ല കയറി കിടക്കണ കേട്ടോ കടല്. നല്ല പ്ലെയിൻ ആയിട്ടുള്ള നമ്മള് സ്വിറ്റ്സർലൻഡിലൊക്കെ ഉള്ള വഴി പോലെ ഉണ്ട് കേട്ടാ കാണാൻ. ഓ, ഇവിടുന്നുള്ള കടലിന്റെ വ്യൂ ഒക്കെയാണ്. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടാ. തീരെ ഒന്നുമില്ല, കുതിച്ചിങ്ങനെ ചാടും. ഗായ്സ്, ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾക്ക് ബീച്ചാണോ മലയാണോ ഇഷ്ടം? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ബീച്ചായിരിക്കും. നിനക്ക് ഏതാണ്, ബീച്ചാണോ മലയാണോ ഇഷ്ടം? എനിക്ക് മലയാണ് ഇഷ്ടം. വ്യത്യാസമുണ്ട്. എനിക്ക് ബീച്ചാണ് ഇഷ്ടം. ബീച്ചിൽ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ മൈൻഡൊക്കെ ഒന്ന് വൈബാ, സമാധാനം. ഇവിടെ എന്നിട്ട് ഇങ്ങനെ കടലിൽ നോക്കിയിരിക്കുന്ന ഒരു ഫീലാണല്ലേ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചരിവാണ് കേട്ടോ. അവിടെ നിന്ന് ഒരു പാറ, അവിടെ ഒരു അതെന്തോ സാധനം വന്ന് ഹിഡൻ സ്പോട്ടിൽ. ഇത് ഹിഡൻ സ്പോട്ടാണോ? ഇത് ഈ ഇടയ്ക്ക് വന്നതാണോ? ഈ ഇടയ്ക്ക് വന്നതല്ല, ഈ ഇടയ്ക്ക് തന്നെ ആയിരിക്കും. ഞാൻ കുറച്ച് റീലില്ല. ഇവിടെ ഇരിക്കാനൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ആദർശ് ഇതോ അവിടെ പോയി ഇരിക്കുകയാണ്. അവന്റെ റീൽ എടുക്കാനുള്ള എന്തോ സംഭവത്തിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നത്. ഇവന് കുറച്ച് റീൽ എടുത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ ഈ ഫോണം വെച്ചോണ്ടിരിക്കണം. ആ സൈഡ് കൊള്ളാം എടുക്കാൻ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വന്നപ്പോ എനിക്കും വീഡിയോ എടുക്കണം, അവനും വീഡിയോ എടുക്കണം. അപ്പൊ ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാന്ന് വെച്ച് ആ റീലിന് വേണ്ടിയിട്ടുള്ള സംഭവം ഷൂട്ട് ചെയ്യാന്ന് വെച്ചു. സോ നമുക്ക് ഈ ഒരു ഫ്രെയിം കൊള്ളാന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ. ഇത് നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പെയിന്റിങ്സ് ആണ്. നോക്കിയോ, അടിപൊളിയല്ലേ. ഇതെന്തോന്ന് അറിയാം, അവിടെ കഥകളിയല്ലേ. ഇതിന്റെ പേര് അറിയാമോ? ഇതിന്റെ പേര് എന്തോന്ന്? അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഈ കഥകളി പോലത്തെ സംഭവത്തിന്റെ കേസാണ് ഈ സംഭവം. ഇതിന്റെ പേര്, ഇത് നമ്മുടെ ട്രഡീഷണൽ കഥകളി ഒരു സംഭവം. ഇത് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ഇതിന്റെ പേര് വന്നിട്ട് ഓട്ടം തുള്ളൽ എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. ഇത് ചാക്യാർ കൂത്താണ് കേട്ടോ. അടിപൊളി, നൈസ് കേട്ടോ. ആര് വരച്ചായാലും ബിഗ് ഷൗട്ട് ഔട്ട്. പണ്ടത്തെ ഈ സംഭവത്തിന്റെ പേരാണ് ഗൈസ്. ഇതിന്റെ പേരാണ് മിഴാവ് എന്ന് പറയും. ഇത് മിഴാവ്. ഇത് വന്നിട്ട് ഇടയ്ക്ക എന്നാണ് എന്റെ ഒരു നോളജിലുള്ള കാര്യം. ഇത്രയും പടി ഇനി തിരിച്ചു തരണോടെ. ദൈവമേ, ഇത്രയും ഇറങ്ങി എന്നപ്പോ പറഞ്ഞില്ല. ഇതൊക്കെ നമുക്ക് എന്തോന്ന് കേറാം. ഇതാ പയർ പോലെ കയറി പോണണ്ട. കേരള അങ്ങോട്ട് ഓടിക്കയറി. ഓ, അനങ്ങണില്ല. പക്ഷെ നമ്മളങ്ങനെയല്ല, ഓടിക്കയറി പയ്യെ നടക്കാം. നടന്ന് ബൈക്ക് ഇതോ അങ്ങ് അറ്റോണം കൊണ്ടുവച്ചിരിക്കണം. അപ്പൊ അതുവരെ നടക്കണം. എല്ലാരും വെച്ചിരിക്കട്ടെ, ഇനി അകത്തോട്ടാണ് അങ്ങ് കൊണ്ടുവച്ചിരിക്കണം. അത് നിങ്ങളെ കാണിച്ചില്ലല്ലേ? കാണിച്ചില്ല. അങ്ങ് വിദൂരതയിൽ ഇരിക്കും. ഇതോ കണ്ട, അങ്ങ് വിദൂരത ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ അങ്ങ് എത്തുന്ന മുമ്പേ മഴ പെയ്യൂല എന്നാണ് എന്റെ വിശ്വാസം. ഒരു ഓടയെ കൂടെയൊക്കെ വെള്ളം നേരെ ഇറങ്ങി കടലിൽ പോയി. ഈ കടൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന കാണുമ്പോഴാണ് ഒരു വിശാലമായിട്ടുള്ള ഒരു ചിന്താഗതി പറഞ്ഞത്. ഈ ലോകം എന്ത് വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പൊ ഇതിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ വന്നിരുന്ന ഒന്ന് മനസ്സൊക്കെ ഒന്ന് അർപ്പിച്ചിരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേഴ്സണലി എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. മനസ്സൊക്കെ ഒന്ന് സമാധാനപ്പെടും. നമ്മൾ ഒരുപാട് ചിന്തയിലും ടെൻഷനിലും ഒക്കെ ആയിരിക്കും വന്നിരിക്കണേ. ഇത് ഇങ്ങനെ അടിച്ചടിച്ച് വരണ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് ഹീലാവും. അതാണ് ബീച്ച് എന്നെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ പേഴ്സണലി നീ ഭയങ്കര ഇഷ്ടമാണ് ബീച്ച്, ഭയങ്കര ഇഷ്ടമാണ്. ഒരു അരമണിക്കൂറൊക്കെ സൈലന്റ് ആയിട്ട് അങ്ങ് ഇരിക്കുന്നു. മൈൻഡിന് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജി. ഇപ്പൊ ഒരു മഴയുടെ വൈബായോണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അതുമല്ല, സമയം ഇപ്പൊ എത്രയായി? ടൈം ഇപ്പൊ 5:27. അതിന്റെ ഒരു വൈകുന്നേരം ആയതിന്റെ ഒരു സംഭവം ഉണ്ട്. അതാണ് കാര്യം. നമ്മൾ ഏകദേശം ബൈക്കിന്റെ അടുത്തോട്ട് എത്തിയിരിക്കുകയാണ്. പണ്ട് കോവളം അടിപൊളി ബീച്ചായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നോക്കിയാണെങ്കിൽ കരിമണല കയറി കണ്ടോ. ട്രിവാൻഡ്രത്ത് ഉള്ള ബീച്ചിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ബീച്ചായിരുന്നു കോവളം. അപ്പോഴ് അതൊക്കെ പോയി. ഇടയ്ക്ക് സുനാമി കാര്യങ്ങളൊക്കെ വന്നില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമോടെയൊക്കെ കോവളം ബീച്ചിന്റെ ഒരു പ്രൗഢിനാണ്. അതിനെ നമ്മൾ സ്ഥിരം ഇവിടേക്ക് ആയിരുന്നു വന്നോണ്ട്. ഇപ്പോഴും നേരെ എല്ലാവരും പോണ ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടൂറിസ്റ്റുകൾ എല്ലാവരും വരുന്ന ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കലയാണ്. നല്ല വൈബാണ് അവിടെ. ഇതിനെക്കാട്ടി കുറച്ചുകൂടെ അടിപൊളിയാണ്. പിന്നെ കടലിൽ ഇറങ്ങി കുളിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും സൗകര്യമുണ്ട്. ഇപ്പൊ വർക്കല ബീച്ച് അടിപൊളിയാണ്. അപ്പൊ അവളെ ഇപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. കുളിക്കാനും ഇറങ്ങാനും എല്ലാത്തിനൊക്കെ പറ്റും. ഇപ്പം വെള്ളം നിറഞ്ഞു കിടക്കണോണ്ട് ഇപ്പൊ ഇവിടെ സെക്യൂരിറ്റീസ് കൊടി വെച്ചിരിക്കുന്നത്, റെഡ് ഫ്ലാഗ് വെച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇറങ്ങാനായിട്ട് പറ്റും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി ഇതാ എത്തി, കയറിക്കോ. അപ്പൊ ഞാൻ കയറട്ടെ. ഓക്കെ, നമ്മൾ അവിടെ തിരിച്ചിട്ട് നേരെ ഇപ്പുറത്തെ സൈഡിലുള്ള ബീച്ചിലോട്ട് ഉണ്ട്. ഇവിടെ പൊളിയാണ് കേട്ടോ. ഇവിടെയാണ് എന്റെ വന്ന് നിൽക്കുന്ന ബീച്ച്. ഇവിടെ കുറച്ച് വർണ്ണങ്ങളും കിടപ്പുണ്ട്. കരിമണൽ ഇറങ്ങി കിടക്കുന്നത് കേട്ടോ. നിങ്ങൾ ബീച്ചിൽ നോക്കിയാണ്, ഒരുപാട് തിരക്ക് കുറവാണ്. അതുപോലെ ഇവിടെ റെഡ് ഫ്ലാഗ് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇതുവരെ നമുക്ക് എൻട്രി ഉള്ളൂ, അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ പൊളിഞ്ഞളവേ കിടപ്പുണ്ട്. നോട്ട് എ പ്രോബ്ലം ഗൈസ്. എന്തായാലും എന്റെ ആദ്യ കാലം ഞാനിവിടെ വെച്ചു. ഇനി ഇവിടെ നമുക്ക് നടന്നു. ഇത് മറ്റേ ഗൗള യാത്ര തെങ്ങാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേടെ താണ്ട് ഈ തെങ്ങ് അല്ലേ? വൺ ഡേ നമുക്കത് ട്രൈ ചെയ്ത് പോകണം. ഇത്
ഇത് പണ്ടത്തെ ലൈറ്റ് ഹൗസ് എന്തോ സംഭവമാണ് ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ. അതേ മറ്റേ നമ്മള് കോസ്റ്റ് യാർഡ് ടീംസ് ഒക്കെ വെക്കുന്ന ഒരു സംഭവം ഇല്ലേ, അതേപോലത്തെ എന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അറിയാന്നുള്ളവര് കമന്റ് ചെയ്യേ. കള്ളിമുൾ ചെടിയാണിത്. ഇരിയടെ എനിക്കൊന്ന് ഇരിക്കണം. അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനും കടൽ കാറ്റുണ്ട്. ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ തെങ്ങ്, അവിടെയാണെങ്കിൽ ബീച്ച്, ഇങ്ങോട്ടാണെങ്കിൽ ഈ ഒരു സംഭവം. ഇതിന്റെ പേരെന്താണെന്ന് നിൽക്കുന്നത് അവൻ എന്തോ മോളെ ഇന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. ഹലോ, ഇതുകൊണ്ട് ഈ പാറക്കെട്ടി കൂടെ നോക്കി കയറണം കേട്ടോ. ഇതിലേ നമുക്ക് കയറാം കേട്ടോ. എന്റെ പൊന്നു, ഇവിടെ നിന്ന് നേരെ കിടക്കി ഒരു ബോർഡർ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്തോട്ടിറങ്ങിയതുകൊണ്ട് അവിടെ പായലും സംഭവം കിടക്കല്ലേ. കുറച്ചുകൂടെ വൈൽഡ് ആയിട്ടുള്ള തിരകളാണ് കേട്ടോ. തിര വന്ന് ഞാൻ അടിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. നമ്മളാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഹൗസിന്റെ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കാന്നാണ് വെച്ചത്. പക്ഷെ അതിന്റെ മുകളിലോട്ട് കയറാൻ പറ്റുന്നുണ്ട്. അവിടെ ക്ലോസ് ചെയ്തിരിക്കും. അങ്ങനെ ഇവിടെ വന്ന് ഞാനും അവനും കൂടെ കുറച്ച് ഫോട്ടോകൾ എടുക്കും. അപ്പൊ അടുത്ത് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അവനും കൂടെ ഇങ്ങനെ നടന്ന് വരെയാണ്. അപ്പൊ അവ ഇവിടെ നിന്ന് ഫോട്ടോ വരെ ഭംഗി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏതൊക്കെ ചാർത്ത ഏതൊക്കെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കൊള്ളാം എവിടെയാണെങ്കിലൊക്കെ അങ്ങനെ അവ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല വൈബുണ്ട് കേട്ടോ. ഇടയ്ക്ക് കുറച്ച് മഴയുടെ ഒരു സംഭവം പോലെ വന്നേ, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു മഴ വന്നില്ല. അയ്യോ, ഇന്ന് മൊത്തത്തിൽ നിങ്ങൾ ഞാൻ ഇങ്ങനെ ബീച്ച് വ്ലോഗ് കാണിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണല്ലേ. തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്നു പോകാം. മറ്റുള്ള ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പൊ നിലവിലില്ല. ഇപ്പൊ ബീച്ചൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ആൾക്കാർ പിന്നെയും വരുമെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഊക്കൻ തിരമാലകളാണ് വരണം. അയ്യോ, അങ്ങനെ കുറെ നാളിന് ശേഷമാണ് ബീച്ച് കാണാൻ വന്നത്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞ മൈൻഡില്. ഇന്ന് കുറെ നടന്നല്ലേ ബീച്ച് എന്ന് പറഞ്ഞു. അതില് കേറാൻ നിവർത്തിയില്ല. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു വഴി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. രാവിലെ ഓപ്പൺ ആണോ? എനിക്കറിഞ്ഞൂടാ. രാവിലെ ഓപ്പൺ ആണെങ്കിൽ ഒരു ഡേ വന്ന് കയറണം. എനിക്ക് ലൈറ്റ് ഹൗസിന്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നമ്മളിങ്ങനെ ടോപ്പിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴേ പ്രത്യേക ഒരു വൈബാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ മുമ്പ് ഒരു സ്ഥലം കയറിയില്ലായിരുന്നു, മറ്റേ കുറച്ച് പാറക്കെട്ടൊക്കെ ഉള്ള അവിടെ. ഇങ്ങനെ അവിടെ ടോപ്പിൽ നിന്നിട്ട് ആ വൈൽഡ് ആയിട്ടുള്ള തിരമാല എല്ലാം നമ്മൾ കണ്ട് എൻജോയ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ റേറ്റ് ചെയ്യാൻ പോകുന്നത് ബീച്ചിന്റെ ബ്യൂട്ടിക്കാണ്. ബീച്ചിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ആയിട്ടുള്ള ബീച്ചിലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു കാണാനും കാര്യങ്ങളും. ആ മണലും സംഭവം ഒക്കെ വെച്ച് ഓവറോൾ ബീച്ചിന്റെ ബ്യൂട്ടി അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡൗൺ ആണ്. കരിമണലിലേക്ക് ഇറങ്ങി കിടക്കേണ്ട ഒരു ബ്യൂട്ടി കുറഞ്ഞുപോയി. പഴയതിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബ്യൂട്ടി കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഒരു 10ൽ നമുക്കൊരു 6.5 കൊടുക്കാം. ഗായ്സ്, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീച്ചിന്റെ ക്ലീൻനെസ് ആണ്. ക്ലീൻനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ മറ്റുള്ള ബീച്ചിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. മുമ്പത്തെ ഒരു സമയം വെച്ച് നല്ല ഡയറക്റ്റ് ആയിട്ട് കിടന്ന ഒരു ബീച്ചായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്ലാസ്റ്റിക് സംഭവമൊക്കെ ഒരു സൈഡ് കൂടിയെ കിടന്ന ഒരു സംഭവം സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ വന്ന് നോക്കുമ്പോൾ ബീച്ച് നല്ല ക്ലീൻ ആണ്. സോ നമുക്ക് അതിനൊരു ഹൈ മാർക്ക് തന്നെ കൊടുക്കണം. ഒരു 10ൽ നമുക്കൊരു 8 മാർക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത ബീച്ചിന്റെ റിലാക്സേഷൻ ആണ്. മറ്റുള്ള ബീച്ചിനെ നമ്മൾ അപേക്ഷിച്ച് നോക്കുന്നത് പറഞ്ഞാൽ ഇവിടെ തിരക്ക് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഏത് സ്ഥലത്ത് വേണം പോയി നമുക്ക് സമാധാനപരമായിട്ട് ഇരുന്ന് എങ്ങനെ വേണോ റിലാക്സ് ചെയ്യാൻ പറ്റും. സോ 10ൽ 8 മാർക്ക്. നെക്സ്റ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഫോട്ടോഗ്രാഫി ഞാൻ അടുത്ത ഫോട്ടോ ഉണ്ടില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് ഒരു പ്രശ്നമില്ല ഗൈസ്. നല്ലൊരു പ്രൊഫഷണൽ ക്യാമറ കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഫോട്ടോകൾ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ തന്നെ നല്ല അടിപൊളി ഫോട്ടോകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെട്ടം കുറയും കൂടെയൊക്കെ ചെയ്യണത് നമ്മളെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു പോയിന്റ് ഞാൻ കുറയ്ക്കണം. അപ്പോൾ 10ൽ ഞാൻ ഒരു 8 മാർക്ക് കൊടുക്കാനാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഒരു മാർക്ക് കുറച്ച് 10ൽ 7. ഓവറോൾ 10ൽ 7.5 മാർക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ടോട്ടൽ എത്ര മാർക്ക്? 50ൽ 37 മാർക്കാണ് നമ്മൾ ബീച്ച് നോക്കാം. പഴയ ബീച്ചായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു 50ൽ ഒരു 48-41 മാർക്ക് കൊടുത്തത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ബീച്ചിന്റെ അവസ്ഥ വെച്ച് നമുക്ക് ഇത്രയും മാർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും ഡിസർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കണം ബീച്ച് അത്രയും അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞാലും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ള കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളതാണ്, വൺ ഐഡിയ ലൈഫ്. പീസ് ഔട്ട്.